ദിവസം. മഹാഭാരതം മുഴുവൻ ഒരു പൊൻകിരീടം പോലെ നമുക്ക് കണക്കാക്കാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ നടുക്ക് സഹസ്രകോടി ചൈതന്യത്തോടെ വിളങ്ങുന്ന ഒരു വജ്രം പോലെയാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. കൃത്യമായിട്ട് വ്യാസൻ മഹാഭാരതത്തിൻ്റെ നടുക്ക് വ്യാസേന ഗ്രഥിതാം പുരാണന മുനിനാം മധ്യേ മഹാഭാരതം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗീതാ ശ്ലോകങ്ങൾ തന്നെ തുടങ്ങുന്നത്. അപ്പം അത്രയും പവിത്രമായ, അത്രയും ചൈതന്യവത്തായ ഭഗവാന്റെ ഉപദേശങ്ങൾ ജനിച്ച ദിവസം കൂടിയാണിന്ന്. അപ്പോൾ എല്ലാ ഭഗവാന്റെ ഭക്തന്മാർക്കും, ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാർക്കും വീണ്ടും വീണ്ടും ഒരു ഗുരുവായൂർ ഏകാദശിയുടെ മഹത്തായ ആശംസകൾ അർപ്പിക്കുന്നു. പൂന്താനം തിരുമേനിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈശ്വര ചൈതന്യം കൂടിയായിരുന്നു ഉണ്ണികൃഷ്ണൻ ഭഗവാൻ. അപ്പം ഭഗവാനെ തേടിയുള്ള ആ യാത്ര ഒരുപാട് സ്ഥലങ്ങളിൽ പൂന്താനം അലഞ്ഞിട്ട് ആ ഗുരുവായൂർ വന്നിട്ടാണ് ഭഗവാന്റെ ചൈതന്യത്തെ കൂടുതൽ കൂടുതൽ ആത്മാവിലേക്ക് ആവാഹിച്ച് ഇങ്ങനെ വിടരുന്നത്. അപ്പം നമ്മളും ആവാഹനം നടത്തുകയാണ്. ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകുമ്പോൾ വഴി